الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتقوا الله وأطيعون واتقوا الذي أمدكم بما تعلمون أمدكم بأنعام وبنين صدق الله مولانا العظيم رحم الله والدا أعان ولده على بره صدق رسول الله صلى الله عليه وسلم ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മുടെ സ്വന്തം ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും എല്ലാം അല്ലാഹു വലിയ ഖൈറും റാഹത്തും ബറക്കത്തുകളും പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദ്യമായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമാണ്. ഏതൊരു വിഷയത്തിനും ഒരു മറുപുറമുണ്ട്. ഒരു നാണയത്തിന് പുള്ളി, ചാപ്പ എന്നൊക്കെ പറയുന്ന രണ്ട് വശങ്ങളുള്ളതുപോലെ എല്ലാ വിഷയത്തിലും രണ്ട് വശങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും അവൻ വളരെ കൂടുതൽ കെയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ഭാഗമാണ് അവൻ്റെ മാതാപിതാക്കൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു മറുവശവും അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയാതെ പോയിട്ടില്ല. മഹാനവറുകൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: പിതാക്കന്മാർ പിശുക്കന്മാരാവരുത്. അതും കൂടി പറഞ്ഞു. വലിയ പദവിയുള്ള ആളുകളും ബഹുമാനം അർഹിക്കുന്നവരുമാണ് പിതാക്കന്മാർ, മാതാപിതാക്കന്മാർ മൊത്തത്തിൽ. പക്ഷെ അക്കൂട്ടത്തിൽ പിതാക്കന്മാർ പിശുക്കന്മാരാകരുത്. പിശുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ കൊടുക്കാൻ മടിയുള്ളതിന് മാത്രമല്ല പിശുക്ക് എന്ന് പറയാം. ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്യാതെ ബ്രേക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ് അതിനും പിശുക്ക് എന്ന് പറയും. പറയേണ്ട കാര്യങ്ങൾ പറയാതെ മടിച്ചു നിൽക്കുന്നതിനും പിശുക്ക് എന്ന് പറയും. കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നതിനും പിശുക്ക് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പിന്നാക്കം പോവുകയോ കുറവ് വരുത്തുകയോ ചെയ്താൽ അതെല്ലാം എന്തെന്നെയാണ്? പിശുക്ക് തന്നെയാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയാണ്, പിതാക്കന്മാർ പിശുക്ക് കാണിക്കരുത്. മക്കള് മര്യാദക്കാരാകാനും നന്മയിൽ വളരാനും വേണ്ടത് ചെയ്തു കൊടുക്കുന്നതിൽ പിതാക്കന്മാർ പിശുക്ക് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ ആ മക്കളുടെ ഹെൽപ്പർമാരായി അവരുടെ വളർച്ചയിൽ കൂടെ നിന്ന് സഹായിക്കുന്ന ആളുകളായി ബാപ്പമാർ വർത്തിക്കണം. മഹാനവറുകൾ പറയാം, സുമ്മ ഇന്നഹു യംബഗി, വളരെ ആവശ്യമുള്ള കാര്യമാണ്. വയുസ്തഹബ്ബു ലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്കൊരു പുണ്യവും കൂടിയാണ്. എന്ത്? അയ്യുഈനു ഔലാദഹും, അവരുടെ മക്കളെ അവർ സഹായിക്കണം. അലാ ബിർരിഹി, ആ മക്കള് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ആളുകളായി മാറുന്നതിന് ഈ മാതാപിതാക്കൾ മക്കളെ സഹായിക്കണം. മക്കള് വാപ്പമാരോടും ഉമ്മമാരോടും നല്ലോണം പെരുമാറില്ല. അത് പെരുമാറുന്നവരാകാൻ ഈ വാപ്പയും ഉമ്മയും ആദ്യം അവരെ അങ്ങോട്ട് സഹായിക്കണം. അതെങ്ങനെ? ബിൽ മുസാമഹത്തി, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. മക്കളുടെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു നിയമമില്ലാതെ എല്ലാം അഴിച്ചിട്ട് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. മക്കളെ എന്ത് ചെയ്യാം? ലക്ഷ്മണ രേഖ വരച്ചിട്ട് അങ്ങനെ ആ വരേമ്പൽ നിർത്തുന്ന രൂപത്തിൽ ഭയങ്കര പേടിപ്പെടുത്തലും ഗൗരവപ്പെടുത്തലും ഭയങ്കര ചിട്ടയും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അവരെ എന്ത് ചെയ്യാം? വല്ലാതെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതിന് പകരം ചിലപ്പോഴൊക്കെ അവരെടുത്തുനിന്ന് വീഴ്ചകൾ വരും, വാക്കിൽ മാറ്റങ്ങൾ വരും, പ്രവൃത്തിയിൽ പാളിച്ചകൾ വരും. അപ്പോഴൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അനുവദിച്ചു കൊടുക്കാന്നല്ല, അതിലൊക്കെ നമ്മൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ട് എന്ന് വെച്ചാൽ അവരെ നല്ലത് പറഞ്ഞു ഉപദേശിച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാം എന്നല്ലാതെ എന്തെങ്കിലും ഒരു അപാകത മക്കളെടുത്ത് വരുമ്പോഴത്തേക്കോ ഓൻ എൻ്റെ മോനല്ല,
എനിക്ക് അങ്ങനത്തെ ഒരു മോനില്ല, എനിക്ക് ഓനെ കാണണ്ട, എന്റെ പുരയിലോ നിൽക്കണ്ട, ഓനോട് ഞാൻ മുണ്ടൂല. ഈ രൂപത്തിലല്ല അത് കൈകാര്യം ചെയ്യേണ്ടത്. അതേ സമയത്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഇനിയും അതുപോലത്തെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അവനെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിച്ചു നടക്കണം. മാതാപിതാക്കളോടുള്ള ഹക്ക് വീട്ടുന്നതിന് അവരെ പ്രയാസം എടുക്കരുത്. മാതാപിതാക്കളുടെ ഹക്ക് നോക്കി നടന്നിട്ട് മോനിക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി പോവുക. അന്നലക്ക് ഓനങ്ങോട്ട് കൊടുക്കുക. വാപ്പമാര് പറഞ്ഞത് കേൾക്കാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ വാപ്പ ഇങ്ങനെ പറയാ, മാസത്തിൽ ഇത്ര റുപ്യ ഇവിടെ കൊണ്ടു തരണം, ചെലവിന് ഇത്ര റുപ്യ തരണം. ഓനാണെങ്കിൽ ആകെ 500 റുപ്യന്റെ പണിയെടുക്കണ ആളാണ്. ഓനിക്ക് 600 റുപ്യ വെച്ചിട്ട് പൊരെ തരണമെന്ന് പറഞ്ഞ് ഇടങ്ങാറാക്കിയ ഇങ്ങനെ മക്കൾക്ക് തീരെ സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ വല്ലാതെ കൂടുതൽ കുടുസാക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കണം. വേറെ ചില ആളുകൾക്കുള്ള തകരാറുണ്ട്. മോന്റെ അടുത്ത് എന്ത് വീഴ്ച വരുന്നതെന്ന് എന്ത് ചെയ്യാ നോക്കി നടക്കുകയാണ്. വീഴ്ചകൾ തേടിപ്പിടിച്ചു പോകുന്ന പരിപാടി അത് പറ്റൂല. പ്രത്യക്ഷത്തിൽ വീഴ്ചകളോ തെറ്റുകളോ കാണുമ്പോൾ അത് പറയാം, മോനെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ മോനെ എന്താക്കണം? തിരുത്തുന്നതിന് പകരം എന്തുണ്ട് മോന്റെ അടുത്തുനിന്ന് വീഴ്ചകൾ, എന്താ കുഴപ്പം വരുന്നത്? മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം മക്കളെ കുറ്റപ്പെടുത്താൻ. ഈ രൂപത്തിൽ ചില ബാപ്പമാരും ഉമ്മമാരും ഒക്കെ ഉണ്ട്. ഇപ്പോ മൊബൈലിന് അഡിക്റ്റ് ആകുന്ന ഒരു കാലമാണ് മക്കൾ, അത് നിയന്ത്രിക്കണം. അതേ സമയത്ത് ഈ മൊബൈലിന് അഡിക്റ്റ് ആകുന്ന മക്കളെ നിയന്ത്രിക്കുന്ന മാതാപിതാക്കൾ ആദ്യം അതിൽ നിന്ന് മുക്തരാകണ്ട. അവരിത് നിയന്ത്രിക്കണം. ഒരു ഉപ്പ പോയിട്ട് മോളാകട്ടപ്പോ അടിയങ്ങോട്ട് കൊടുത്താൽ എന്തേ യശാ നിസ്കരിച്ചിട്ട് കുട്ടി മൊബൈൽ നോക്കി അടി പരിപാടി. എന്നാൽ ഈ വാപ്പ യശാ നിസ്കരിച്ച് ചോറും പേച്ച് കിടന്നുറങ്ങുന്നതിന് പോലെ ഇത് നോക്കി കുത്തിരിക്കുന്ന ആളാണ്. അയാൾ പോയിട്ട് മോളടിച്ചാൽ ഈ രൂപത്തിൽ തീരെ ഒരു സ്വന്തത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല, കാലഘട്ടത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല, സാഹചര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ആ നിലക്കുള്ള പെരുമാറ്റം മാതാപിതാക്കൾ മക്കളോടുള്ളത് നിർത്തണം. മഹാനവർ പറയാ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അല്ലത്തി ഖല്ല ഫീഹൽ ബിർറു വൽ ബറൂൻ, നന്മ ചെയ്യുന്നതും കുറവ്, നന്മ ചെയ്യുന്ന ആളുകളും കുറവ്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. ഏത് കാലത്താ പറയുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളുടെ കാലത്തെ കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ആളുകൾ കുറവ്, ഗുണം എന്നുള്ളത് തന്നെ കുറവ്. അങ്ങനത്തെ കാലമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കാലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതും വെറുപ്പിക്കുന്ന ആളുകളും കൂടിയ കാലഘട്ടമാണിത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത്ര ഈ ഒരു കർശന നിലപാട് എടുത്തിട്ട് നമ്മൾ വടിയെടുത്ത് കത്തിയെടുത്തിട്ട് പോവരുത്. അവരെ അനുനയത്തിലൂടെ അവരെന്ത് ചെയ്യണം? കൊണ്ടുവരണം. തിരുനബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു വാലിദൻ, ഒരു പിതാവിന്, ഒരു മാതാവിന്, ഒരു രക്ഷിതാവിന് അല്ലാഹു കരുണ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ കരുണ ചെയ്യട്ടെ. എന്തായാലും ഒരർത്ഥം. ഏതാണ് ആ പിതാവ്? ആ പിതാവ് തന്റെ സന്തതിയെ സഹായിച്ചു, അലാ ബിർരിഹി, ആ സന്തതി നന്മ ചെയ്യുന്ന ആളായി മാറാൻ, മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്ന ആളായി മാറാൻ, നന്മയിൽ വളരാൻ ആ മക്കളെ സഹായിക്കുന്ന പിതാവ് അവനെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് തിരുദൂതർ ഹദീസിലായി പറഞ്ഞിട്ടുള്ളത്. അവര് മോശക്കാരായും ചിലപ്പോ മക്കളെ കാര്യത്തിൽ ചില മക്കളൊക്കെ എങ്ങനെ പറഞ്ഞാലും പിടിച്ചെടുത്ത് കിട്ടില്ല. മഹത്തോന്നിവാസികളും കുരുത്തം കെട്ടവരും തമ്മാടികളുമായി മാറി. അങ്ങനെ ആയാലും നമുക്ക് അവരെ പാപ്പമാര് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ പെണ്ണുങ്ങളോട് ദേഷ്യം പിടിച്ചാൽ വേഗം പറയാ, നിന്നെ ഞാൻ 1, 2, 3 ചെല്ലി എന്നാ പറയാ. അതാ ദേഷ്യത്തിന്റെ ഊക്ക് കണ്ടൽ. പിന്നെ കെട്ട് വന്നിട്ട് മസാല കഴിക്കും. രാത്രിക്ക് കടക്കാൻ നേരത്ത് പെണ്ണുങ്ങളെ കാണില്ല, അപ്പോളാ പ്രശ്നം. ഇതുപോലെ മക്കൾ എന്തെങ്കിലും അപാകതകൾ ചെയ്താല് അവർ ഈ നന്നാകൂലടാ, ഈ കുരുത്തം പിടിക്കൂലടാ, ഈ അങ്ങനെ ആകൂടാ, ഈ വണ്ടി പൊട്ടിപ്പോകൂടാ, ഈ പുഴുത്തുനിറിപ്പോകൂടാ ഇന്നൊക്കെ ആ രൂപത്തിലുള്ള ശാപം മക്കൾക്കെതിരെ ചൊരിയുന്നത് ഒരിക്കലും മാതാപിതാക്കൾ ചെയ്യാൻ പാടില്ല. മാതാപിതാക്കൾ വടക്കാകാനും തകരാറിലാകാനും അപകടത്തിൽപ്പെടാനും പ്രാർത്ഥിക്കാൻ പാടില്ല. മഹാനവറുകൾ അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറയുന്നു, വലിയ പൂർണ്ണമായും സൂക്ഷിച്ചോളണം, നിർത്തിക്കൊള്ളണമില്ല. മാതാപിതാക്കളെ ഉറപ്പിക്കുന്ന മക്കൾ ഉണ്ടായി വെക്കുക, എന്നാൽ ആ മക്കൾക്ക് എതിരായി പ്രാർത്ഥിക്കുന്നത് പാടില്ല. നിർത്തണം, അത് സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ?
അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയും അള്ളാഹു ഉത്തരം ചെയ്യുന്നതിന്റെ ഇടയിൽ വേറെ മറകളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് പെട്ടെന്നുണ്ടാവും, എഫക്റ്റ് ആവും മാതാപിതാക്കളുടെ പ്രാർത്ഥന. അപ്പൊ ഈ മക്കൾക്ക് എതിരായിട്ട് മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഫലം പ്രകടമാവുകയും ചെയ്താൽ അത് ആർക്കെന്നെ കേട്? ഈ മാതാപിതാക്കൾക്ക് തന്നെ അതിന്റെ കേട്. മക്കൾ വഴക്കായിട്ട് ഇപ്പം ഒരു മോന് വണ്ടി മുട്ടിയിട്ട് എന്താക്കുന്നു, ജീവച്ഛവമായി കിടക്കുക. ആരാ നോക്കണ്ടേ? പൈസ ചെലവാക്കണ്ടേ? ഈ മാപ്പിയും ഉമ്മയും തന്നെയല്ലേ, നാട്ടുകാർ നോക്കും, ഇവനെന്നല്ലേ നോക്കണ്ടേ? എന്തിടങ്ങേറുണ്ടാലും ഇതൊക്കെ തങ്ങളിലേക്ക് തന്നെ തിരിച്ചടിക്കും എന്ന് മനസ്സിലാക്കണം. ദുനിയാവിൽ തന്നെ അവർക്കെതിരെ വരുന്ന വിഷമങ്ങൾ നമ്മൾ കൂടി സഹിക്കേണ്ടി വരും, മാതാപിതാക്കളും കൂടി സഹിക്കേണ്ടി വരും. പിന്നെന്താ വേണ്ടത്? നന്നായിട്ട് ദ്വാരക്ക പഠിച്ചോനെ എന്റെ മോനെ കുറ്റക്കേടിലാണ് കഴിയുന്നത്, എന്റെ മോന് തോന്നിവാസിയായിട്ടാണ് ജീവിക്കുന്നത്, സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ കുടുംബത്തിന് മാനക്കേടാണ് അല്ലാഹുവേ, എനിക്ക് വ്യക്തിത്വത്തിന് പ്രശ്നമുണ്ട് പഠിച്ചോനെ, എന്റെ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു പോവുകയാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞ് പഠിച്ചോനെ എന്റെ മോനെ നീ നന്നാക്കി തരണം, എന്റെ മോനെ നന്നാക്കി തരണം, എന്റെ മക്കളെ നന്നാക്കി തരണം എന്ന് പറഞ്ഞ് മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. കാരണം എന്താ? മാതാപിതാക്കളുടെ ദുആയുടെയും അള്ളാഹു ഉത്തരം ചെയ്യുന്നതിന്റെ ഇടയിൽ മറല്ല, പെട്ടെന്ന് സ്വീകരിക്കും. ഈ വാപ്പാന്റെ ദുആ കൊണ്ട് ആ മോൻ നന്നായി, ഇന്നത്തെ ഗുരുത്തക്കെട്ടവൻ നാളത്തെ ഏറ്റവും നല്ല മനുഷ്യനായി മാറുന്നില്ല. ഇത്ര അനുഭവമുണ്ട് നമ്മുടെ കുടുംബത്തിൽ. അപ്പൊ അതുകൊണ്ട് നന്നാകാൻ വേണ്ടി ദ്വാരക്കുക. പിന്നെ വലുതായി വരുമ്പോ വലുതായി അവരെ കച്ചവടത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് ഒരു പ്രാക്ടീസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അവർ ക്ലച്ച് ആകുന്നത് വരെ അവരുടെ കൂടെ നിന്ന് സഹായിക്കണം. ഇനി ഓനെ പോയിട്ട് നോക്കട്ടെ, ഇനി ഓന്റെ കാര്യം നോക്കാൻ ഞാനില്ല, അങ്ങനെയല്ല. കൂടെ തന്നെ നിന്ന് ഓനൊരു ക്ലച്ച് പിടിക്കുന്നത് വരെ ഓന്റെ കൂടെ നിന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിരിക്കണം. വാസ്തവത്തിൽ ഇന്നിപ്പോ ഒന്നുകൂടി പറയാനിടെ ഈ ഭൗതികമായ വളർച്ചക്ക് മക്കളെ നമ്മൾ ഹെൽപ്പാക്കും. പക്ഷെ പല ആളുകളും അവരുടെ ആത്മീയമായ വളർച്ചക്ക് വേണ്ടത് ഹെൽപ്പാക്കി കൊടുക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതായത് അവരെ നല്ല ദീനി ചിട്ടയിൽ വളർത്താൻ, ദീനുമായി അവർക്ക് അടുപ്പമുണ്ടാകുന്ന കാര്യങ്ങളിൽ കൂടി അവരെ ഇടപെടുത്തണം. ചില ആളുകൾ സ്കൂൾ പഠനം കഴിഞ്ഞ് മക്കളെ അങ്ങനെ തന്നെ കൊണ്ടുപോകാണ്, കച്ചവടത്തിനുണ്ടായിരിക്കുകയാണ്. ഈ പൈസ ഉണ്ടാക്കാനുള്ള ആ ഒരു താല്പര്യം മാത്രം മക്കളിൽ ജനിപ്പിച്ചിട്ട് മക്കൾക്ക് പൈസേ എന്നുള്ള ചിന്തയാണ്. ഒരു 5 പൈസ ഒരാൾക്ക് സറക്കയും കൊടുക്കൂല, ഒരാൾക്ക് സഹായവും ചെയ്യൂല, ഒരു നന്മയും ചെയ്യൂല. അങ്ങനെയും വളർത്തുന്നുണ്ട് ചില ആളുകൾ മക്കളെ. പിന്നെ വാപ്പ മരിച്ചാൽ ഈ മകൻ അതിനേക്കാളും വലിയ സർപ്പത്തിന്റെ കുട്ടി സർപ്പം എന്ന് പറയുന്ന പോലെ ചില മക്കളൊക്കെ ആയി മാറി. അത് വരരുത്. അവർക്ക് ആത്മീയമായി അവരെ ഉയർത്താൻ പറ്റുന്ന പള്ളിയിലേക്ക് പറഞ്ഞേക്കുക, ജമാഅത്തിന് വിടുക, ക്ലാസ്സിനുണ്ടെങ്കിൽ കേൾപ്പിക്കുക, വയതിന്റെ മജ്‌ലിസിലേക്ക് കൊണ്ടുവരിക. കൈ പിടിച്ചിട്ട് മക്കളെ കൊണ്ടുവരേണ്ട ഒരു പ്രായമുണ്ട്. അതേതാ? 7 വയസ്സ് കഴിയുമ്പോഴാണ്. അപ്പോഴാണ് മക്കളെ കൈ പിടിച്ചുകൊണ്ടുവരിക. നമ്മള് മക്കളെ കൈ പിടിച്ച് വരുന്നപ്പോൾ പറ്റ ചെറിയ പള്ളി പാത്തുന്ന സമയത്തുള്ള ആ സമയത്താണ് കുട്ടികളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് വാശി കൂട്ടുന്നത്. എന്താ മക്കൾക്ക് പള്ളി കയറിയാലും എന്നൊക്കെ ചോദിച്ചത്. അപ്പോഴല്ല കൊണ്ടുവരേണ്ടത്. അതേ സമയത്ത് ഈ കുട്ടിക്ക് മൈൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന കാലമുണ്ട്. ആ 7 വയസ്സ് പ്രായത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന് അങ്ങനെ പരിശീലിപ്പിച്ച് കൊണ്ടുവരണം. ഇത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ മദ്രസയിലും സ്കൂളിലും PTA മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടാവും, രക്ഷിതാക്കളുടെ മീറ്റിംഗ്. ഈ വാപ്പ പോകൂല. ആ സമയാസത്തിന് കുട്ടിനെ ഒഴിവാക്കി പിന്നെ ഒക്കെ എന്ത് ചെയ്യണം? ഓള് പോയിക്കോളാം. PTA മീറ്റിങ്ങിന് ഓള് പോകണം, ബാപ്പ പോകൂല. അപ്പൊ എല്ലാ ടച്ചും കണക്ഷനും മക്കളായിട്ടുള്ളത് ബാപ്പ വിട്ടുപോവുകയാണ്. അങ്ങനെ വരരുത്. ഈ മോനിക്ക് തോന്നണല്ലോ, എനിക്ക് വേണ്ടി, എന്റെ പഠന പുരോഗതിക്ക് വേണ്ടി, എന്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി എന്റെ വാപ്പ എനിക്ക് ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്, എന്റെ ചെറുപ്പത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് കുട്ടിക്ക് ഓർമ്മ വരുമ്പോഴാണ് ഈ വാപ്പയോടുള്ള ബഹുമാനവും മതിപ്പൊക്കെ. ചില വാപ്പമാര് മക്കളെ ഉണ്ടാക്കല് മാത്രമേ ഉള്ളൂ, പിന്നെ യാതൊരു പേര് തിരിഞ്ഞോട്ടും. എന്നിട്ട് ആ കെട്ടിയോട് പാവം അടക്ക ചുരണ്ടിയിട്ടും ബാക്കി എന്തെങ്കിലുമൊക്കെ വീട് വേല എടുത്തിട്ടൊക്കെ ഈ മക്കളെ പോറ്റി വളർത്തണം. ഇയാളതിൽ തിരിഞ്ഞു നോക്കൂല. എന്നാൽ ഒരു പെണ്ണുങ്ങൾ കത്തുമായിട്ട് പിരിവിന് വന്നിട്ടു, മാപ്പിള തീരെ നോക്കി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആണുങ്ങളൊന്നുമില്ല, ഈ പെണ്ണുങ്ങൾ ഈ കത്തുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്? അപ്പൊ ചോദിച്ചപ്പോ ആണുങ്ങൾ നോക്കണില്ല. മക്കൾ എത്ര വെച്ചപ്പോ 7 മക്കളുണ്ട്. മാപ്പിള തിരിഞ്ഞു നോക്കണില്ല, പക്ഷെ മക്കളുടെ എണ്ണത്തിൽ കുറവില്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയിടല് മാത്രമായി പോവുക, തിരിഞ്ഞു നോക്കണില്ല. ചില ആളുകൾ ഇട്ടേച്ച് പോവുകയാണ്. എന്നിട്ട് ഈ മക്കളെ അവസാനം ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിനെ കെട്ടിക്കാനുണ്ടെങ്കിൽ ഈ വാപ്പ അവിടെയോ പോയിട്ട് പെണ്ണ് കെട്ടി കൂടിയിട്ടുണ്ടാവും. എന്നിട്ട് അയാളെ തേടി പിടിച്ച് പോയിട്ട് കൊണ്ടുവരണം. അപ്പൊ അയാൾക്ക് ഭയങ്കര അഹങ്കാരാണ്.
എന്നെ തേടി വന്ന് ഞാനങ്ങനെ വെറും പുതിയാപ്പിളയുടെ കുപ്പായിട്ട് ഒരു 5 പൈസന്റെ സഹായം ഈ പെണ്ണിനെ കെട്ടിക്കാൻ കൊടുക്കുക, കൈ നീട്ടാൻ വേണ്ടി മാത്രം വരുന്ന ഉടുപ്പില്ലാത്ത വാപ്പമാരുണ്ട്. അപ്പൊ വാപ്പമാർ അന്തസ്സ് കാണിക്കണം, ഞാൻ മക്കൾക്കൊന്നും ചെയ്തിട്ടില്ല, ഓനെ ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം ഈ കൈ കൊടുക്കാൻ എനിക്ക് പോകാൻ നാണക്കേടാകില്ല, അതുകൊണ്ട് പിന്നെ ആ കുട്ടിന്റെ ആങ്ങളെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വക്കാലത്ത് ഞങ്ങൾ പോയിട്ട് കൈ കൊടുത്ത് കെട്ടിക്കിത് പറയുന്നതാണ് കുറച്ചും കൂടി അന്തസ്സും മര്യാദ. കാരണം തീരെ നോക്കാണ്ടെന്ന് എടോ നാടുമുട്ട് പോയിട്ട് അയാൾ സുഖം തേടിപ്പോയി ഈ മക്കളെ കഷ്ടപ്പെട്ട് ആ ഉമ്മ പോറ്റിയതാ, എന്നിട്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പില്ലാതെ 5 കാശും കൊടുക്കാതെ കുപ്പായിട്ടിട്ട് വന്ന് ഇരിക്കാന്ന് പറയുമ്പോൾ വാപ്പ കെട്ടിക്കണമെന്ന് നിയമമുണ്ട്. വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വാപ്പ എന്നെ വന്നിട്ട് കൈ കൊടുക്കാം. പക്ഷെ സെക്കൻഡും തേർഡും ഓപ്ഷൻസ് ഉണ്ട്. എന്താണത്? വാപ്പക്ക് വേറെ വക്കാലത്ത് കൊടുക്കാം, അത് വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കാം. സദസ്സിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വാപ്പക്ക് വേറെ ആളെ ഏൽപ്പിക്കാം. എൻ്റെ മോളെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ആളെ വക്കാലത്ത് കൊടുക്കാം. എന്നിട്ട് അയാളും സദസ്സിലുണ്ട്, വാപ്പയുണ്ട്, അങ്ങനെ അതിനൊന്നും തെറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ കേസ് കെട്ടിലൊക്കെ വാപ്പമാര് കുറച്ചും കൂടി ഒരു അന്തസ്സ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ അവരീ പറഞ്ഞതുപോലെ വക്കാലത്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലാതെ ഈ പറഞ്ഞ തീരെ തിരിഞ്ഞു നോക്കാതെ മക്കളെയും ഭാര്യമാരെയും നോക്കാതെ ഇഷ്ടപ്പെട്ടിട്ടുള്ള രൂപത്തിൽ ഒരു വിഭവം ആയി പോകാൻ പാടില്ല. അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് ഈ മക്കള് വാപ്പമാരെ എത്ര ചവിട്ടി തേച്ച് മോശാക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, വാപ്പമാർ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ നഷ്ടാര് സഹിക്കണം, ഈ വാപ്പമാരെന്നെ സഹിക്കണം. വീഴ്ച വരുത്തിയോ സഹിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ പല വാപ്പമാരും ഇന്ന് മക്കളെ കുറിച്ച് കഷ്ടപ്പാട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ആ വാപ്പാക്ക് അത് കിട്ടേണ്ടതാണ്. എന്താ കാരണം? അയാൾ വേണ്ടതുപോലെ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഏതൊരു മറുപുറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യട്ടെ. കുടുംബജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. മക്കളുമായിട്ടുള്ള മാതാപിതാക്കളുടെ ബന്ധം, മാതാപിതാക്കളോടുള്ള മക്കളുടെ ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നന്നാക്കി തരണം, എല്ലാം ഹൈറുള്ളതാക്കി തരണം റഹ്മാനേ. എല്ലാ ബന്ധങ്ങളിലും ബറക്കത്ത് തരണം റഹ്മാനേ. ഞങ്ങൾ ആരെയും മോശക്കാരാക്കരുതേ അല്ലാഹ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.